നിങ്ങൾ പോകുന്ന വഴിയിലെല്ലാം സംഘർഷമാണ്. ഡിവൈഎഫ്ഐ പ്രവർത്തകർ പോലീസുകാർക്കൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് കതറിട്ട ആൾക്കാരെ പിടിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോവുക മാത്രമല്ല, പട്ടിക കൊണ്ടടിക്കാൻ കാത്തു നിൽക്കുന്നു. തലസ്ഥാന നഗരിയിൽ KSU പ്രവർത്തകർ മുളകുപൊടി നിറച്ച മുട്ടയുമായി പോലീസിനെ നേരിടാൻ വരുന്നു. വണ്ടിപ്പെരിയാറിൽ യൂത്ത് കോൺഗ്രസ് ഡിവൈഎഫ്ഐയുമായി സംഘർഷത്തിലാവുന്നു. സദസ്സ് സംഘർഷമായി മാറിയോ? ഒരിക്കലും ഈ ഇവരാഗ്രഹിക്കുന്നത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നവകേരള സദസ്സിലൂടെ ജനങ്ങളോട് സംവദിക്കാൻ ലക്ഷ്യമിടുന്ന കാര്യങ്ങൾ ഒരു കാരണവശാലും അവരിലേക്ക് എത്തരുത്. കഴിഞ്ഞ 7 വർഷക്കാലമായി കേരളത്തിലെ അധികാരത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് ഒരുപക്ഷെ കേരള പിറവിക്ക് ശേഷം നാളിതുവരെ ഉണ്ടാകാത്ത അത്ര വലിയ തരത്തിലുള്ള വികസന കുതിച്ചുചാട്ടമാണ് കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ജനങ്ങളോട് വിശദീകരിക്കാനാണ് ഈ നവകേരള സദസ്സിലൂടെ ഗവൺമെന്റ് ശ്രമിക്കുന്നത്. യഥാർത്ഥത്തിൽ ബഹുമാന്യനായ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു, ഞങ്ങൾ ആർക്കും എതിരല്ല, ഏതെങ്കിലും ഒരു പാർട്ടിക്കോ മുന്നണിക്കോ എതിരായി പറയാനല്ല ഞങ്ങൾ ഈ ജാഥ നടത്തുന്നത്. പക്ഷേ ഇന്ന് നിങ്ങൾ തുടക്കം മുതൽ പറയുന്നത് BJPക്കെതിരെയും പ്രതിപക്ഷ നേതാവിനെതിരെയുമാണ്. അത് പറയേണ്ടി വരികയാണ്. അത് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? അല്ല, ഇപ്പൊ ഒരു കേരളത്തിന്റെ ഭരണ നേട്ടത്തെ കുറിച്ച് പറയുന്നതിന് പ്രതിപക്ഷത്തെയും കേന്ദ്രത്തെയും വിമർശിച്ചാലേ പറ്റത്തുള്ളൂ. അല്ലാതെ പറയാലോ കൊണ്ടുവന്നിരിക്കുന്ന നേട്ടങ്ങൾ, നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ. കേരളം അനുഭവിക്കുന്ന ബുദ്ധിമുട്ടിന്റെ കാരണം എന്താണ് എന്ന് തേടി പോകുമ്പോൾ കേന്ദ്ര ഗവൺമെന്റിനെ കുറിച്ച് പറയാതിരിക്കാൻ കഴിയുമോ? സാമ്പത്തികമായി കേരളത്തിലെ ഗവൺമെന്റിനെ ശ്വാസം മുട്ടിക്കാൻ കേരളത്തിലെ ഗവൺമെന്റ് നടത്തുന്ന വികസന ക്ഷേമ പ്രവർത്തനങ്ങളെ ഒരു കാരണം ഈ 2016-2021 കാലത്ത് 21 ഭരണ തുടർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇന്ത്യയിൽ മറ്റൊരു സ്ഥലത്തും ഇല്ലാത്ത രീതിയിലുള്ള 63 ലക്ഷം പേർക്ക് പെൻഷൻ കൊടുത്തതും കേരളത്തിൽ കഴിഞ്ഞ 5 വർഷക്കാലം നടത്തിയ വികസന പ്രവർത്തനങ്ങളുമാണ്. അങ്ങനെ പോയാൽ ഒരു 5 വർഷം കൂടി ഈ ഗവൺമെന്റിന് ഈ രീതിയിൽ നമ്മൾ അനുവദിച്ചു കൊടുത്താൽ മൂന്നാമതും ഈ ഗവൺമെന്റ് വരും എന്നുള്ള പേടി കൊണ്ടാണ് ഒരു കാരണവശാലും ഇത് അനുവദിക്കാൻ പാടില്ല എന്നുള്ള കേരളത്തിലെ കോൺഗ്രസിന്റെയും അവരുടെ കേന്ദ്രവുമായി ഉള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടു കൂട്ടരും സയാമിസിരട്ടകളെ പോലെ വളരെ കൃത്യമായി ഒരേ വിഷയം രാവിലെ BJP പറയുന്നത് തന്നെ ഉച്ചയ്ക്ക് ശേഷം VD സതീശൻ അടക്കമുള്ള നേതാക്കന്മാർ പറഞ്ഞുകൊണ്ട് ഈ നിലപാടെടുക്കുന്നത്. കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ട തുക ലഭിച്ചാൽ മാത്രമേ കേരളത്തിൽ വികസന പ്രവർത്തനം നടക്കൂ, കേരളത്തിൽ ക്ഷേമ പ്രവർത്തനം നടത്താൻ കഴിയൂ. അത് നൽകുന്നതിന് ഒരു കാരണവശാലും കേരളത്തിലെ എല്ലാ MPമാരും ഒരുമിച്ച് മുഖ്യമന്ത്രി യോഗം വിളിച്ചു. കൃത്യമായി അതിനു മുമ്പ് ഈ വിഷയങ്ങളൊക്കെ വഴിമാറ്റി വിട്ടത് ആരാണ്? കല്യാശ്ശേരിയിൽ എരിയപുരത്ത് ഞങ്ങളുടെ കൺമുന്നിൽ ഈ പറയുന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകര് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരെ പൂച്ചട്ടി എടുത്തും ഹെൽമറ്റ് കൊണ്ടും തുടങ്ങിയ അടിയാണ്. കല്യാശ്ശേരി മുതൽ കൊല്ലം വരെ സഹിച്ചത് യൂത്ത് കോൺഗ്രസ്. അതിനുശേഷമാണ് പ്രതിഷേധിച്ചു തുടങ്ങിയത്. യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരെ കയ്യിൽ വടിയുമായി വന്ന് പ്രതിഷേധിച്ചു തുടങ്ങുന്നത് ആദ്യം കാണുന്നത് കൊല്ലത്തല്ലേ? കൊല്ലത്ത് ഈ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകര് വടിയുമായി വന്നത് അവിടെ മുതൽ കൊല്ലത്തല്ല, അതിനു മുമ്പ് തന്നെ അവർ ഇതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തിയിരുന്നു. എങ്ങനെയാണ് ഇതിന്റെ നിറം കെടുത്താൻ ഈ പറഞ്ഞ കേരളത്തിലെ നവകേരള സദസ്സിനെയും കേരളത്തിലെ ഗവൺമെന്റിനെയും നിറം കെടുത്താൻ ആദ്യമേ കല്യാശ്ശേരിയിൽ ഈ പറയുന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകർ യൂത്ത് കോൺഗ്രസുകാരെ ആക്രമിച്ചപ്പോൾ അത് ജീവൻ രക്ഷാ പ്രവർത്തനം എന്ന് പറയാതെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ സംയമനം പാലിക്കണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നെങ്കിൽ ഇതുണ്ടാവില്ലല്ലോ. മുഖ്യമന്ത്രി പറഞ്ഞത് എന്താണ്? ആക്രമണം തുടരും എന്ന രീതിയിലാണ് പറഞ്ഞത്. മാതൃകാപരമാണ്. അതിന്റെ അർത്ഥം ആക്രമണം തുടരൂ എന്നല്ലേ? മുഖ്യമന്ത്രിയെ ആക്രമിക്കാൻ, മുഖ്യമന്ത്രിയെയും കേരളത്തിലെ മന്ത്രിമാരെയും ആക്രമിക്കാൻ നമ്മളെല്ലാം ഒരുപാട് സമരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. ആ സമരങ്ങളിൽ എങ്ങനെയാ പങ്കെടുക്കുന്നത്? നമ്മൾ കരിങ്കൊടി കാണിക്കുന്നതിന് ഇവിടെ കേരളത്തിലെ ഗവൺമെന്റ് എതിരല്ല. അങ്ങനെയല്ല. നമ്മള് ജനാധിപത്യപരമായ രീതിയിൽ സമരം ചെയ്തിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് പറ്റും. അല്ല, അങ്ങനെയല്ല. ഭരണപക്ഷത്തിരിക്കുമ്പോൾ പ്രതിപക്ഷം ചെയ്യാൻ പാടില്ല, നിങ്ങളെ മാധ്യമങ്ങൾ വിമർശിക്കാൻ പാടില്ല. കല്ലെറിഞ്ഞാൽ കുഴപ്പം, ഈ പറയുന്ന കൊടി പിടിച്ചാൽ കുഴപ്പം, കഴുത്ത ഷർട്ടിട്ടാൽ കുഴപ്പം, കോൺഗ്രസുകാരനായാൽ തെരുവിൽ നിന്ന് പിടിച്ചോണ്ട് പോകുന്നത് അവസ്ഥ. ഇതൊക്കെയാണ് ഇപ്പൊ സംഭവിക്കുന്നത്. അങ്ങനെയല്ല. അതെല്ലാം ഈ പറഞ്ഞതുപോലെ അർത്ഥം കണ്ടെത്തി അനാവശ്യമായ വിവാദങ്ങളും കരുതൽ തടങ്കൽ. ഈ പറയുന്ന സുധീർ ഇന്ന് പോലീസ് സ്റ്റേഷനിൽ പോയത് അവിടെയുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പുറത്തിറക്കാനാണെന്ന് തോന്നുന്നു അല്ലേ? താങ്കളടക്കം എനിക്ക് തോന്നുന്നു പല പ്രമുഖരായ ആൾക്കാരും, അതായത് കോൺഗ്രസ് പാർട്ടിയുമായി അകലെ നിന്ന ബന്ധമുള്ളവരെ പോലും പിടിച്ചോണ്ട് പോവാണ്. ഇത് വെഞ്ഞാറമൂട്ടിൽ നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. വെഞ്ഞാറമൂട്ടിൽ ഈ ജാഥ വരുമ്പോൾ നേരത്തെ ബഹുമാന്യായ നമ്മളെ ഒരു പ്രതിനിധി പറഞ്ഞതുപോലെ തിരുവനന്തപുരം ജില്ലയിൽ ഞങ്ങൾ ഇത് കൈകാര്യം ചെയ്യും എന്ന തരത്തിൽ വളരെ കൃത്യമായി ആസൂത്രണം ചെയ്ത നാടകത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അക്രമങ്ങൾക്കെല്ലാം കാരണം.